എന്ന വിശാൽ മീഡിയ അവതാരകൻ്റെ നേരെയുള്ള കേസ് എന്താണ്, എത്തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫക്രുദ്ദീൻ പന്താവൂരിൻ്റെ സുഹൃത്ത് തന്നെ ഈ കാര്യം എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. മോട്ടിവേഷൻ നൽകുന്ന തരത്തിലാണ് ഫക്രുദ്ദീൻ പന്താവൂരിൻ്റെ ഒട്ടേറെ വീഡിയോകൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഇതിൽ ആരെയും വ്യക്തിപരമായി ഇകഴ്ത്താനോ കുറ്റപ്പെടുത്തുവാനോ ശ്രമിക്കാറില്ല. ആ ഇടയിലാണ് ഫക്രുദ്ദീൻ പന്താവൂർ ഒരു സ്ത്രീയെ അപമാനിച്ച കേസിൽ ഇപ്പോൾ എറണാകുളം ജയിലിലാണെന്നുള്ള വാർത്ത പുറത്തു വന്നത്. ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഫക്രുദ്ദീൻ പന്താവൂർ ഏത് കേസിന് വേണ്ടിയാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നാൽ ഫക്രുദ്ദീൻ പന്താവൂരിൻ്റെ സുഹൃത്ത് തന്നെ ഈ കാര്യം ഇപ്പോൾ ജനങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ്. ആ ഇടയിൽ പുറത്തു വന്ന മറ്റൊരു വാർത്തയാണ് ഫക്രുദ്ദീൻ പന്താവൂർ ഒളിവിൽ പോയിരിക്കെയാണ് ഫക്രുദ്ദീൻ പന്താവൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന്. എന്നാൽ അദ്ദേഹം ഒരിക്കലും ഒളിവിൽ പോയിട്ടില്ല എന്നും പോലീസുകാർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്നും പോലീസുകാർ വന്നപ്പോൾ അനുസരണയോട് കൂടി തന്നെ അവരുടെ കൂടെ പോകുകയാണ് ഫക്രുദ്ദീൻ പന്താവൂർ ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുന്നത്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അതെല്ലാവരും സൂക്ഷിക്കണമെന്ന് ആദ്യമേ ഇതിൽ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ 1.5 വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് ഒരു അറസ്റ്റുമായിട്ട് വന്ന സമയത്താണ് എന്താണ് ഏതാണെന്ന് അറിയാതെ നമ്മൾ അതിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ 1.5 വർഷം മുന്നേ നിങ്ങൾ കൊടുത്ത 1-2 വർഷം ഏകദേശം ആയിട്ടുണ്ടായിരിക്കും കൊടുത്ത ഒരു വാർത്ത ഇപ്പോഴാണ് ആ സഹോദരി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അതിൽ പരാതി ഉണ്ടെന്ന് പറയുകയും അങ്ങനെ പോലീസ് വന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലില്ല, ഞങ്ങൾ പുറത്തൊരു പ്രോഗ്രാമിലായിരുന്നു. അങ്ങനെ പോലീസ് തിരിച്ചുപോയി. പിന്നീട് അതിനുശേഷം ബക്രു മാഷെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ എടുക്കുകയും ചെയ്തു. ആ ഓർഡർ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം വാർത്തയും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചാനലിൽ ഇട്ടിരുന്നു. ഇപ്പൊ ഏകദേശം അങ്ങനെ 1 വർഷം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ആ ഒരു അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു ജാമ്യം അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഇപ്പൊ റദ്ദായിരിക്കുകയാണ്. അങ്ങനെ റദ്ദായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ വിളിച്ച് വിവരം അറിയിച്ചു, വക്കീൽ വിവരം അറിയിച്ചു. ഇങ്ങനെ ഒരു അന്നത്തെ ആ ഒരു വിഷയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അറസ്റ്റ് ഉണ്ട്, അന്നത്തെ ആ കോടതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഓർഡർ റദ്ദായിട്ടുണ്ട്, അതുകൊണ്ട് ജാമ്യം എടുക്കണമെന്ന് ഫക്രുദ്ദീൻ സാറിനോട് വക്കീൽ വിളിച്ചു പറഞ്ഞതാ. പക്ഷെ ഫക്രുദ്ദീൻ സാർ എന്താണെന്ന് അറിയില്ല, എന്നോട് ഈ വിഷയം ആദ്യമേ വിളിച്ചു പറഞ്ഞത് എനിക്ക് അന്നത്തെ ആ ഒരു കേസ് വീണ്ടും പ്രശ്നമായിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ ജാമ്യം എടുക്കുന്നില്ല, കുറച്ച് കെടുക്കാൻ തീരുമാനിച്ചു. എന്താണെങ്കിലും എന്റെ അടുത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇപ്പൊ വീണ്ടും അതിങ്ങനെ എനിക്ക് ഓടി നടക്കാൻ വയ്യ. അപ്പൊ ഞങ്ങൾ സ്നേഹിതന്മാരൊക്കെ ഒരുപാട് ഉപദേശിച്ചതാണ്, അങ്ങനെ കെടുന്നാൽ എളുപ്പമല്ല, പല രീതിയിലുള്ള വാർത്തകൾ വരും, പലരും പലതും പറയാനിരിക്കുന്നുണ്ടായിരിക്കാം. കാരണം അങ്ങനെയാണല്ലോ ഈ ഒരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ രസിക്കൂല, എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് ഒരു വാർത്തയും ആർക്കും കൊടുക്കാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. പക്ഷേ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നു, എവിടേക്കും ഒളിവിലൊന്നും പോയിട്ടില്ല. പല മാധ്യമങ്ങളും അങ്ങനെ പറഞ്ഞത് ഒളിവിൽ കഴിയവേയാണ്. ഒരിക്കലും അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോലീസ് വന്നപ്പോൾ വളരെ അനുസരണയോട് കൂടി അദ്ദേഹം പോലീസിന്റെ പിറകെ ഇറങ്ങിപ്പോയിട്ട് അവിടെ അറസ്റ്റ് വരികയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട വിശാൽ മീഡിയയുടെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും പല രീതിയിൽ പഴയ വീഡിയോ കടിയിലൊക്കെ കമന്റ്സ് സാറിനെ കാണാനില്ലല്ലോ, ഒരുപാട് ഉപകാരം ഉണ്ടായിരുന്ന ക്ലാസ്സുകളായിരുന്നു. അതിനപ്പുറം ബക്രു മാഷിന്റെ അറസ്റ്റും വിവരങ്ങളൊക്കെ ഒരു ചാനലിൽ കുറച്ച് 2-3 ദിവസം വന്നിരുന്നു. നടുക്കുന്ന വീഡിയോ പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. അത് എല്ലാവരും ശൈലിയാണ്, അതൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. നടുക്കുന്നൊന്നല്ല, അദ്ദേഹം നടന്നുകൊണ്ട് പോലീസിനോട് കൂടെ ആ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു വീഡിയോ അത് നടുക്കുന്നതാക്കി.